സ്നേഹവന്ദനം ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവമായിട്ട് ഞങ്ങളെ കൂട്ടിവരുത്തി ഇവിടെ ആക്കിയല്ലോ. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസൻ ഒത്തിരി ഉയർത്തിയൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ പറയട്ടെ, ഇതൊന്നും ഞങ്ങളുടെ ഭാരമല്ല. ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളത്. അതുപോലെ യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളത്. ആരും ഏവനും എന്നൊക്കെ ഇവിടെ ഓർപ്പിക്കുക. അപ്പൊ ഇത് കർത്താവിന്റെ ഒരു ഭാരമാണ്. അപ്പൊ ആ ഭാരത്തിൽ ഒരു പങ്കാളികളാവാനായിട്ട് ഞങ്ങളുടെ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ദൈവത്തിനെല്ലാം മഹത്വവും കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ തുറന്നുള്ള ആ സമയം ഞങ്ങൾക്ക് ലഭിച്ച സമയത്തിലൂടെ തന്നെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപക്ഷെ ആരുടെയെങ്കിലും രക്ഷയ്ക്ക് കാരണമാകുന്നെങ്കിൽ ആകട്ടെ എന്നുള്ള അർത്ഥത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ ദൈവവചന ചിന്തയും എന്നോടൊപ്പം കടന്നു വന്ന ചില സഹോദരന്മാരുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്തുവാനും ആഗ്രഹിക്കുക. ഒരു വാക്യം നമുക്ക് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പൊ ഇവിടെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച കാര്യം അത് തന്നെയാണ്. ഇവിടെ പറയുന്നത്, പൊന്ന് മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീതികളുടെയും തലയ്ക്ക് ചൊരിഞ്ഞു കിടക്കുന്നു. അവരാരാ? തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാർ. അപ്പൊ അവിടെ വഴിയരിയിൽ വീണ് കിടന്ന മനുഷ്യനെ കുറിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. വാഹനം കയറി ഇറങ്ങി തവിട് പൊടിയായി പോയ മനുഷ്യൻ. അതാരാണ്? നമ്മുടെ സഹോദരൻ. അപ്പം ഇതുപോലെ അത് സകല വീതികളുടെ തലയ്ക്കൽ ഇതുപോലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ ചൊരിഞ്ഞ് വീണ് കിടക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഇത് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ അവസ്ഥയിൽ അതെ, ഇവിടെ വിശുദ്ധ രത്നം അല്ലെങ്കിൽ പൊന്ന് തങ്കമായിരുന്നവരാണ് ഈ ചെളിയിലൊക്കെ വീണ് ചെളി പുരണ്ട് അറപ്പായിട്ട് ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് കഥവ് കൊട്ടിയടക്കുകയും തള്ളിക്കളയൊക്കെ ചെയ്യുന്നവരാരാ? സിയോന്റെ വിശിഷ്ട പുത്രന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള ചില തങ്കത്തെ കുറിച്ച് ചില പൊന്നിനെ ഇവിടെ നിന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. ഒരു കാലത്ത് എന്ത് ചെയ്തു? വീതികളിൽ ചരിഞ്ഞു കിടന്നെങ്കിൽ ഇന്ന് ആ കർത്താവ് അവരെ കരത്തിലെടുത്തപ്പോൾ ഇത് അവർ വിശുദ്ധ രത്നങ്ങളായിട്ട് പൊന്നായിട്ട് തങ്കമായിട്ട് മാറിയ 2-3 സഹോദരന്മാർ എന്നോടൊപ്പം ഉണ്ട്. അവരവരുടെ അനുഭവം വളരെ വേഗത്തിൽ ചുരുക്കമായിട്ട് അവര് ഓർപ്പിച്ചിട്ട് ശേഷിക്കുന്ന സമയം നിങ്ങളോട് വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ തന്നെയുള്ള മറ്റു പല സഹോദരന്മാരുണ്ട്. അവർ കടന്നു വരാൻ കഴിഞ്ഞില്ല. ഈ കോഴിക്കാനത്ത് നിന്ന് തന്നെ ഒരു ബിനു എന്ന് പറഞ്ഞ ഒരാള് ചിലപ്പോൾ നിങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. ഞാൻ അവിടെ വരുമ്പോൾ 139 കേസായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പൊ 1-2 കേസായിട്ട് അവസാനിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന് കട്ടപ്പനയിലെ ഒരു മീറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം പോയിരിക്കുകയാണ്. കോഴിക്കാനം സ്വദേശി തന്നെയാണ്. അതുപോലെ അനേകരെ ഈ ദിവസങ്ങളിൽ വിടുവിക്കപ്പെടുവാൻ ദൈവം ഈ എളിയ ശുശ്രൂഷയെ ഒരു ഉപകരണമാക്കിയെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളത് ഓർപ്പിക്കട്ടെ. ഈ ദേശത്ത് തന്നെയുള്ള ഇവിടെ പ്രവർത്തിക്കുന്ന സഹോദരൻ സുമേഷ് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ അനാമസിന്റെ മിഷണറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവിടെ പീരുമേട് ഹോസ്പിറ്റലിന്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഫോളോ അപ്പ് സെന്റർ. അവിടെ താമസിച്ചുകൊണ്ട് സുമേഷ് പ്രവർത്തിക്കുന്നു. സുമേഷിന്റെ അനുഭവം പങ്കിടും. അതുപോലെ കൃഷ്ണമൂർത്തി പാലക്കാട് സ്വദേശിയാണ്. ഇപ്പൊ തിരുവല്ലായി താമസിക്കുന്നു. അദ്ദേഹം അനാംസിന്റെ മിഷണറി ആയിട്ട് പാലക്കാട് തിരുവല്ലയുടെ പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതുപോലെ ജീനു ഇവിടെ കടന്നു വന്ന് വിടുവിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ട്രെയിനി ആയിട്ട് നമ്മളോടൊപ്പം പ്രവർത്തിച്ചു വരുവാണ്. ഈ പ്രിയപ്പെട്ടവർ ചുരുക്കമായിട്ട് അവരുടെ അനുഭവം നമ്മളോട് പങ്കുവയ്ക്കും. അതിനെ തുടർന്ന് അല്പസമയം തിരുവചനത്തിൽ നിന്നൂടെ ചിന്തിച്ചിരിപ്പാനായിട്ട് കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സംഭാഷണങ്ങൾ കേട്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നിങ്ങളോട് സംസാരിക്കാൻ ഈ സഭയിൽ കടന്നു വരുവാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ശശിപാസ്റ്ററിനെ നേരത്തെ അറിയാമെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിന് മുഖാന്തരമായത് ദേവന്മാർ പാസ്റ്ററാണ്. ഞങ്ങളുടെ മിഷണറി പ്രവർത്തനം ഞാൻ ഇതിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇടുക്കി ജില്ലയിൽ അനാംസിൻ്റെതായ പ്രവർത്തനങ്ങൾ വിവിധ ദേവദാസന്മാർ മുഖാന്തരം നടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വളരെ ചുരുക്കം മാസങ്ങളെ ആയിട്ടുള്ള ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്
ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് പ്രിയ ശശി പാസ്റ്റർ കണ്ട് ഞാൻ പറഞ്ഞപ്പോൾ വളരെ ആദരപൂർവ്വം സഭയിലേക്ക് ക്ഷണിക്കുകയും ഈ ഒരു നല്ല ഒരു അവസരം ഞങ്ങൾക്ക് നൽകിയതിന് പ്രിയപ്പെട്ട ദേവദാസിനോടുള്ള നന്ദി ഞാൻ തുടക്കത്തിൽ അറിയിക്കുന്നു. മറ്റ് വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, പ്രിയ ദേവന്മാർ പാസ്റ്റർ സാറിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇതിലായിരിക്കുന്ന പ്രിയപ്പെട്ട കർത്തദാസിനെ ഉള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ പറയുന്നു. ഇവിടെ ദീർഘിപ്പിക്കാതെ ചില വാക്കുകളിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സുമേഷ് എന്നാണ്. എൻ്റെ വീട് ഞാൻ ഇവിടെ തൊട്ടടുത്താണ്. ഞാൻ പീരുമേടുകാരനാണ്. എൻ്റെ ജീവിതം മുഴുവൻ പറയാൻ പോയാൽ അധികം നേരം വേണം. അതുകൊണ്ട് ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വേർതിരിക്കട്ടെ. എനിക്ക് ശേഷം സഹോദരന്മാരോട് സംസാരിക്കാനുണ്ടല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തില് ബാല്യകാലം മുതൽ വിശ്വാസത്തിലേക്ക് വളർന്നതാണെങ്കിലും എൻ്റെ യൗവന ജീവിതത്തിൽ ഞാൻ കർത്താവിനെ വിട്ട് ഒരുപാട് അകന്നുപോയി. എൻ്റെ ജീവിതം പാപത്തിന് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. അതില് എൻ്റെ എല്ലാ പാപങ്ങളുടെയും മൂല കാരണം മദ്യപാനമായിരുന്നു. മദ്യപാനത്തിൽ എൻ്റെ ജീവിതം ആകപ്പാടൊക്കെ തകർന്നുപോയി. നന്നായി ജീവിക്കേണ്ട പ്രായത്തിൽ എൻ്റെ ചെറിയൊരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ മദ്യപാനശീലം എന്നെ കൊണ്ട് അകപ്പെടുത്തിയത് വലിയൊരു അഡിക്ഷനിലാണ്. പലപ്പോഴും ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും എന്നെ കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിച്ചില്ല. ഒന്ന് നിർത്തിയാൽ പിന്നെ അങ്ങ് തുടങ്ങും. അതാണ് ജീവിതം. അങ്ങനെ നശിച്ചു പോയ ഒരു ജീവിതത്തിന് ഞാൻ ഒരുപാട് തൊഴിലുകൾ എനിക്കറിയാം. ഞാനൊരു ഡ്രൈവർ കൂടെയാണ്. ഒരുപാട് തൊഴിൽ മേഖലകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ മദ്യപാനം എന്റെ എല്ലാ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഞാൻ എത്തിച്ചേരേണ്ട ഒരുപാട് മേഖലകളെ എന്നിൽ നിന്നും തകർത്ത് കളഞ്ഞു. ജീവിതത്തിൽ എന്നെ കുറ്റബോധത്തിൽ കൊണ്ടുപോയ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനമാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അടിച്ചത്. ഏറ്റവും കൂടുതൽ തകർന്നു പോയ സമയം ഞാനതാണ്. എന്റെ ജീവിതത്തില് ഞാൻ ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എന്നിൽ വലിയ ഒരു നിരാശയാണ് കൊണ്ടുവരുന്നത്. ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ തിരിയാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലും അന്ന് രാത്രി ഞാൻ എന്റെ അമ്മയോട് പോയി പറഞ്ഞു, അമ്മ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. വളരെ ദീർഘവർഷങ്ങളായി തന്നെ ഞാൻ നന്നാകണമെന്ന് വിചാരിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ എന്റെ വീട്ടിലുണ്ട്. അമ്മയോട് മാത്രമാണ് ഞാൻ പോയി പറഞ്ഞത് അന്ന് രാത്രി, അമ്മ, എനിക്ക് മദ്യപാനം നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഒരു പ്രാവശ്യം എനിക്ക് ഒരവസരം എനിക്ക് ഒരുക്കി തരികയാണെങ്കിൽ ഉറപ്പായും ഞാൻ മദ്യപാനം എന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകളാണ് എന്നെ അനാംസ് എന്ന ഒരു മിഷണറി ഓർഗനൈസേഷനിലേക്ക് എത്തിച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ 10 ദിവസം ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി നിന്നിട്ട് ഒരു പുതിയ തൊഴിൽ, പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് മാറണം. നാട്ടിൽ നിന്നാൽ ശരിയാകത്തില്ല. ഈ രീതിയിൽ പോയാൽ അധികം കാലം ജീവനോടെ ഇരിക്കത്തില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഇതൊന്നുമല്ല. നമ്മുടെ രൂപവും ഭാവവും ഒക്കെ ഒരുപാട് മാറിപ്പോയി. അതുകൊണ്ടാണ് അങ്ങനെ ആയിരുന്ന ഒരു സമയമുണ്ടായത്. എന്നാൽ ആ അനാംസിലേക്ക് ഞാൻ ചെന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെടിത്തിരിവിന് കാരണമായി തീർന്നത്. കാരണം ഞാൻ എവിടെ നിന്നാണ് വീണത് എന്ന ബോധ്യം എനിക്ക് ദൈവം തന്നു. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമല്ല സുവിശേഷകനാകുക, സുവിശേഷകനാകുക എന്നത്. എന്നെ കുറിച്ച് അത് ആഗ്രഹിച്ചിരുന്നത് എന്റെ അമ്മയാണ്. അമ്മ അതിനു വേണ്ടിയിട്ട് ചെറുപ്പം മുതലേ എന്നെ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. ഞാൻ സുവിശേഷകരിലെത്തും, ഞാനൊരു സുവിശേഷകനാകും എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് അമ്മ ശ്രമിച്ചിരുന്നു. ഞാൻ അതിൽ നിന്നൊക്കെ ഓടി ഒളിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. അതിന് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് മദ്യപാനം. പക്ഷെ മദ്യപാനം എന്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. ദൈവത്തിൽ നിന്ന് എന്നെ ഒരുപാട് അകറ്റിക്കളഞ്ഞു. ഞാൻ തിരികെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ, ഇത് പറയുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കുന്നു. ഞങ്ങള് ഒരു മിഷണറി എന്ന രീതിയിൽ ഇന്ന് അനാംസിൽ ഞാൻ പീരുമേട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് വരുന്നു. ദൈവം അതിന് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നു. ഞങ്ങൾ സഭകൾ സന്ദർശിക്കുന്നതിന്റെ ഒരു ഉദ്ദേശവും ഇത് തന്നെയാണ്. നിങ്ങളിലൊക്കെയും ഓരോ സുവിശേഷകരുണ്ട്. എന്നോട് സുവിശേഷം പറയുവാനായിട്ട് ഞാൻ വഴിതെറ്റി നടന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എന്റെ സഭയിലെ ആന്റിമാരാണ്, എന്റെ പാസ്റ്ററാണ്. ഞാൻ ഒരു പെന്തക്കോസ്തുകാരനാണ്. പക്ഷെ ഞാൻ പള്ളിയിൽ പോകത്തില്ല. കാരണം എനിക്ക് പോയി ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ നല്ലൊരു മദ്യപാനിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ പള്ളിയിൽ പോകത്തില്ല. പക്ഷെ എന്റെ പാസ്റ്റർ എന്നെ കാണുമ്പോൾ എല്ലാം ഉദ്ദേശിക്കും, ഞാൻ വന്നേക്കാം പാസ്റ്റർ, അടുത്ത ആഴ്ച പള്ളി വന്നേക്കാം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയൊക്കെ നടന്നൊരു വ്യക്തിയാണ്. പക്ഷെ എന്റെ സഭയിലെ ആന്റിമാര് എനിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുവായിരുന്നു. അനാംസ് എന്ന മിഷണറി ഓർഗനൈസേഷൻ എനിക്ക് പരിചയപ്പെടുത്തിയത് എന്റെ സഭയിലെ ഒരു ആന്റിയാണ്. നിങ്ങളെ കൊണ്ട് കഴിയും ഒരു മനുഷ്യനെ, ഒരു ആത്മാവിനെ നേടുവാൻ ഒരു സഭയില് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇങ്ങനെ സുവിശേഷ വേലയോട് താല്പര്യമുള്ളവരെ അതിനായി ഉണർത്തുക എന്നൊരു ലക്ഷ്യം കൂടെ ഞങ്ങളുടെ സഭകളെ സന്ദർശിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ മുഖാന്തരമുണ്ട്. ഞങ്ങളൊരു സഭാ സംഘടനയല്ല, സഭകൾ സ്ഥാപിക്കുന്ന ഒരു മിഷണറി സംഘടനയല്ല. ഞങ്ങൾ അനേകാത്മാക്കളെ നേടുന്ന ഒരു മിഷണറി ഓർഗനൈസേഷനാണ്. 6000-ഓളം ആളുകൾ ഇന്ന് വരെയും അനാംസ് എന്ന സംഘടനയിൽ നിന്ന് വിടുവിക്കപ്പെട്ട്
നിലനിൽക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷകരായി അനാമസിൽ നിന്ന് അനേക മിഷണറിമാർ പ്രവർത്തിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ അനേക ദേവദാസന്മാരെ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അനാമസിൽ നിന്ന് അനേക സഹോദരന്മാരുണ്ട്. ഈ തൊട്ടടുത്ത് നിന്ന് എന്റെ കൂടെ താമസിക്കുന്ന ഒരു സഹോദരനുണ്ട്. ദീർഘവർഷങ്ങളായിട്ട് ജയിലിലൊക്കെ കഴിഞ്ഞ വളരെ നിങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് ബിനു ദേവരാജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ തൊട്ട് ഈ 2ാം ഡിവിഷനിൽ പണ്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. എന്നാൽ കർത്താവിനാൽ പിടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ കണ്ടാൽ അറിയാമായിരിക്കാം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് പ്രിയപ്പെട്ട സഹോദരന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു സഹോദരി വന്ന് പറഞ്ഞു, ചെറുപ്പത്തിൽ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അറപ്പായിരുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ കർത്താവ് ഒരു മനുഷ്യനെ പിടിച്ചപ്പോൾ ഒരു സാക്ഷിയായി നിൽക്കുന്നു. ഇന്ന് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അദ്ദേഹം നിൽക്കുന്നു. നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്കതിന് കഴിയുന്നു. ഇതുപോലെ അനേകർ വിടുവിക്കപ്പെടുന്നു. അതിന് നിങ്ങളൊരു മുഖാന്തരമാകണമെന്ന് ഒരു മിഷണറി എന്ന നിലയ്ക്ക് ഞാനും ആഗ്രഹിക്കുന്നു. സഭയായി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ, നിങ്ങൾ പ്രവർത്തിപ്പിൻ. നിങ്ങളോട് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഏത് സമയത്ത് വിളിച്ചാലും ഞാനും ഉണ്ടാകും. അനേകരെ കർത്താവ് ലഹരിയിൽ നിന്ന്, അനേകരെ മദ്യപാനത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മളൊരു മുഖാന്തരമാകട്ടെ. ഒരു പ്രാർത്ഥനാ ശക്തിയായി സഭയായി ദൈവം നിങ്ങൾ ഉപയോഗിക്കട്ടെ. ദീർഘമായ വാക്കുകൾ കൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. ഇനിയും സംസാരിക്കുവാൻ സഹോദരന്മാരുണ്ട്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവദാസന്മാരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു.